24,131 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് കേരളത്തിലൊട്ടാകെ ഓപ്പറേഷൻ തണ്ടർ വന്നതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ. അതിൽ 1983 കേസുകൾ എന്ന് പറയുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. 3444 കേസുകൾ എന്ന് പറയുന്നത് അബ്കാരി കേസുകളുമായിട്ട്, പ്രത്യേകിച്ച് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. 15,242 കോട്ട്പ. ഇതിൽ ഏകദേശം 4,616 പേരെ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലാകമാനം എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 268 കിലോ കഞ്ചാവ്, 324 കഞ്ചാവ് ചെടികൾ, 292 ഗ്രാം ഹെറോയിൻ, 846 ഗ്രാം MDMA, 924 ഗ്രാം മെത്താഫിറ്റാമിൻ, 185 ഗ്രാം ഹാഷിഷ് ഓയിൽ, 503 ലിറ്റർ ചാരായം, 9,135 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 756 ലിറ്റർ സ്പിരിറ്റ്, 24,925 ലിറ്റർ വാഷ് തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. കോട്ട്പ കേസുകളിൽ നിന്നായി 30.45 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂണിൽ മാത്രം, കഴിഞ്ഞ മാസം 2026 ജൂണിൽ മാത്രം ഈ എറണാകുളം ജില്ലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 972 ലഹരി കേസുകളാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അതിൽ 709 കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 164 കേസുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. 121 അബ്കാരി മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. അബ്കാരി കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 120 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 146 പേരെ അറസ്റ്റ് ചെയ്തു. കോട്ട്പ കേസുമായി ബന്ധപ്പെട്ട് 653 പേരെ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 144 കിലോ ഹാൻസ്, പാൻ മസാല, പാൻ പരാഗ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ 144 കിലോ കഴിഞ്ഞ മാസം എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. സ്പിരിറ്റ് 20 ലിറ്റർ, IMFL 411 ലിറ്റർ, MDMA 165 ഗ്രാം, മെത്താഫിറ്റാമിൻ 12 ഗ്രാം, ഹെറോയിൻ 68 ഗ്രാം എന്നിങ്ങനെയാണ് കഴിഞ്ഞ മാസം എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും.